തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് തമിഴക വെற்றிക്കഴകം 2 വീതം എംഎൽഎമാരുള്ള സിപിഐയും സിപിഐഎമ്മും വിസികെയും പിന്തുണ പ്രഖ്യാപിച്ചു. ടിവികെയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 120ആയി. ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകി ടിവികെ. വിവരങ്ങളുമായി KG ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, അങ്ങനെ കേവല ഭൂരിപക്ഷം 120 ആയിരിക്കുകയാണ്. 118 വേണമെന്നതാണ് ഗവർണർ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 120 ആയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തമിഴ്നാട്ടിൽ നിലനിന്ന പ്രതിസന്ധി ഇപ്പോൾ അസ്തമിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ 18ാമത്തെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും. വിജയ്ക്ക് നിലവിൽ ഇപ്പോൾ കേവല ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 120 സീറ്റുകളാണ് നിലവിൽ വിജയ് ഉറപ്പിച്ചിരിക്കുന്നത്. 108 സീറ്റുള്ള വിജയ്, അതോടൊപ്പം തന്നെ 5 സീറ്റുള്ള കോൺഗ്രസ്, 2 സീറ്റുള്ള CPI, 2 സീറ്റുള്ള CPM, അതോടൊപ്പം തന്നെ വിസിക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ മുസ്ലിം ലീഗും പിന്തുണച്ചിരിക്കുന്നു. അങ്ങനെ മുഴുവനായി 120 പേരുടെ പിന്തുണയുണ്ടെന്നാണ് ഇപ്പോൾ TVK നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിന്തുണ കത്തുമായി ഇപ്പോൾ വിജയ് ലോക് ഭവനിലെത്തി ഗവർണറായ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും എന്നാണ് വിജയുടെ സത്യപ്രതിജ്ഞ, അതോടൊപ്പം തന്നെ ആർക്കെല്ലാം മന്ത്രിസ്ഥാനം എന്ന രീതിയിലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇപ്പോൾ കൃത്യം അല്പസമയം മുൻപായിരുന്നു വിജയ് ലോക് ഭവനിൽ എത്തിയിരിക്കുന്നത്. തുടർ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നു. അതിലേറ്റവും അധികം തമിഴ് രാഷ്ട്രീയത്തെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെയും എല്ലാം ഞെട്ടിച്ചിരിക്കുന്നത് ഏറ്റവും അവസാന ഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ 2 MLA-മാരും ഈ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, CPIയും CPM-ഉം ഈ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഈ സഖ്യത്തിൻ്റെ ഭാഗമാകില്ല, മറിച്ച് കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ളവ വിജയ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുവാൻ CPIയും CPM-ഉം താല്പര്യപ്പെടുന്നില്ലെന്നാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. അവർ പറയുന്നത് ഈ ഗവർണർ അറിയിച്ചിരിക്കുന്നത് 10-ാം തീയതിക്ക് മുൻപ് സർക്കാർ രൂപീകരിച്ചില്ലെങ്കിൽ അവിടെ രാഷ്ട്രപതി ഭരണം വരും. രാഷ്ട്രപതി ഭരണം വരികയാണെങ്കിൽ അത് BJPയുടെ ഒരു ഭരണമായിരിക്കും തമിഴ്നാട്ടിൽ ഉണ്ടാകുക. അത് തടയിടാൻ വേണ്ടിയാണ് തങ്ങൾ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്നാണ് ഈ ഇടത് നേതാക്കൾ പുറത്തു പറയുന്നത്. തങ്ങളുടെ നിലപാട് അങ്ങനെയെന്നാണ് CPIയുടെയും CPM-ൻ്റെയും എല്ലാം നിലപാട്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ വിജയ്ക്ക് അനുകൂലമായ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. വിജയെ മുഖ്യമന്ത്രിയാക്കാൻ ഗവർണർ അനുവദിക്കണമെന്ന രീതിയിലുള്ള വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുകയും അതിനിടയിലാണ് ഇപ്പോൾ TVKയുടെ നേതാവ് തന്നെ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ആ ഹർജിയിലും ഇനി തീരുമാനമാകാനുണ്ട്. പക്ഷേ ഗവർണർ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടത് ഈ 118 പേരുടെ പിന്തുണയുള്ള കത്താണ്. നിലവിൽ ആ കത്തുമായി ഇപ്പോൾ വിജയ് ലോക് ഭവന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ വിജയ് തന്നെയായിരിക്കും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി. ശരി, എന്തായാലും അങ്ങനെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ കേവല ഭൂരിപക്ഷത്തിലേക്ക് തമിഴക വെற்றிക്കഴകം എത്തിയിരിക്കുകയാണ്. 2 വീതം MLA-മാരുള്ള CPIയും CPIM-ഉം അതുപോലെ തന്നെ VCKയുടെ പിന്തുണയും ലഭിച്ചിരിക്കുകയാണ്. TVKയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 120 ആയിരിക്കുകയാണ്. ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാത്തതിൽ സുപ്രീം കോടതിയിൽ TVK ഹർജിയും നൽകിയിട്ടുണ്ട്. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.